പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുകയാണല്ലോ. ക്രിസ്മസിനുള്ള ഒരുക്കമായിട്ട് 25 ദിവസം നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിച്ച് 2025 അവസാനിക്കുന്ന ഈ നോമ്പുകാലം ഏറ്റവും ധന്യമായി പൂർത്തീകരിക്കാനാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ പേര് എപ്പിഫനി എന്നാണ്. എപ്പിഫനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ വെളിപ്പെടുത്തുക, ദൈവം വെളിപ്പെടുക, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ സാധാരണമായ അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. അത് ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തപ്പെടുന്ന ഒരനുഭവമായി നമുക്ക് ഈ 25 ദിവസത്തെ ശുശ്രൂഷകളെ കാണാനായിട്ട് ശ്രമിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും എപ്പിഫനിയിലേക്ക്, ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ ആരംഭത്തിലൊന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു ദൈവവചന ഭാഗം ഞാൻ വായിച്ച് നമ്മളതിനെക്കുറിച്ച് അല്പമായി ധ്യാനിക്കും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേ തുടർന്ന് നിങ്ങൾ ഈ ഓരോ ദിവസവും ചെയ്യാനുള്ള ഒരു ചെറിയ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ ഈ വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഓരോ ദിവസവും ചെയ്യുകയും അങ്ങനെ ക്രിസ്മസിലേക്ക് ഓരോ ദിവസവും പടിപടിയായി അടുക്കുകയും ചെയ്യണം എന്നാണ് ഈ ശുശ്രൂഷ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 7 വരെ. ഞാൻ ആ ഭാഗം ആദ്യം ഒന്ന് വായിക്കുകയാണ്. ഭാവി രാജാവ്. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും മർദ്ദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. മനോഹരമായ ഒരു ഭാഗമാണ്. യെശയ്യാ പ്രവാചകന് യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ലഭിക്കുന്നത് യെശയ്യാ 6-ാം അധ്യായത്തിന് ശേഷമാണ്. 6-ാം അധ്യായത്തിൽ എന്താണ്? യെശയ്യായ്ക്ക് ദേവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ദൈവത്തെ കണ്ടു കഴിയുന്ന, ദൈവദർശനം കിട്ടിക്കഴിയുന്ന നിമിഷം മുതലാണ് യെശയ്യായ്ക്ക് യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. നമുക്കറിയാം, 7-ാം അധ്യായത്തിലാണ് എമ്മാനുവേൽ പ്രവചനം, 9-ാം അധ്യായത്തിലാണ് ഭാവി രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം, പിന്നീട് 53-ാം അധ്യായത്തിലാണ് സഹനദാസനെക്കുറിച്ചുള്ള പ്രവചനം. യെശയ്യായ്ക്ക് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ലഭിക്കുന്നത് മുഴുവൻ ദൈവത്തെ കണ്ടു കഴിയുമ്പോഴാണ്. ഇന്ന് ഈ നോമ്പിൻ്റെ 1-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ഈ 25 ദിവസങ്ങളിലെ പ്രാർത്ഥനാ സബരിയിലൂടെ, ഈ ധ്യാനത്തിലൂടെ, ഒരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് യെശയ്യായ്ക്കുണ്ടായതുപോലെ ഒരു ദൈവദർശനം തരണമേ. യെശയ്യായ്ക്കുണ്ടായതുപോലെ ഒരു ദൈവത്തെ നേരിട്ട് കാണാൻ, ആത്മീയമായി ദൈവത്തെ ദർശിക്കാനുള്ള ഒരു അനുഭവം എനിക്ക് തരണമേ. നമ്മൾ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ദൈവം ആരാണെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നിയോഗം, നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാവും.
നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഈ എല്ലാ ആരാധനയും മനുഷ്യന് നടത്താൻ കഴിയുന്നത് ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് മനുഷ്യരെ കൊണ്ട് ഉച്ചത്തിൽ, ഇപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് ഉച്ചത്തിൽ പാടിക്കാൻ നമുക്ക് പറ്റും. നിർത്തി നിർത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ചിട്ടയായിട്ട് പ്രാർത്ഥന ചൊല്ലിക്കാൻ പറ്റും. പക്ഷേ മനുഷ്യനെ നമുക്ക് ആരാധിപ്പിക്കാൻ പറ്റില്ല. കാരണം ആരാധന ഒരു മനുഷ്യൻ്റെ അകത്തുനിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആരാധന വരണമെങ്കിൽ, അത് അകത്തുനിന്ന് വരണമെങ്കിൽ അവന് ആരാധന തോന്നണം. ആരാധന തോന്നുന്നത് ദൈവത്തിൻ്റെ വലിപ്പം ഒരാൾ തിരിച്ചറിയുമ്പോഴാണ്. ഇവിടെ യേശയ്യായ്ക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത് യേശയ്യ ദൈവത്തെ കണ്ടു കഴിയുമ്പോഴാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റിനും, നമ്മളെല്ലാം ഉൾപ്പെടെ, നമുക്കൊത്തിരി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പക്ഷെ ആരാധകർ കുറവാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ ആരാധകരുടെ ഏറ്റവും നല്ല ഒരു അടയാളമാണ് ഈ ബഥാനിയയിലെ മറിയം. ആരാധകരുടെ ഒരു 3 ലക്ഷണം മറിയത്തിൽ നിന്ന് കാണാൻ പറ്റും. ആ 3 ലക്ഷണം പറഞ്ഞാൽ, ഒന്ന്, പാദത്തിലിരിക്കുന്ന മറിയം. ഈ ആരാധകന് മാത്രമേ കർത്താവിൻ്റെ പാദത്തിലിരിക്കാൻ പറ്റൂ. പാദത്തിലിരിക്കുമ്പോൾ മറിയം ഒന്നും ചോദിക്കുന്നില്ല, മറിയം അവൻ പറയുന്നത് കേൾക്കുകയാണ്. ആരാധകൻ്റെ ഒന്നാമത്തെ ലക്ഷണം അതാണ്, പറയുകയല്ല, കേൾക്കുകയാണ്. ദൈവത്തെ കേൾക്കാൻ ആരാധകന് മാത്രമേ പറ്റൂ. നമ്മളിന്ന് ചുറ്റിനും കണ്ണോട് ചെയ്യുക, പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരാധകൻ്റെ ഒന്നാമത്തെ ലക്ഷണം, ആരാധകന് കേൾക്കാൻ പറ്റും, ദൈവത്തെ കേൾക്കാൻ പറ്റും. അയാൾ ദൈവത്തെ കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്. ദൈവമേ നീ സംസാരിക്കണേ, കർത്താവേ നീ സംസാരിക്കണേ, അതിനാണ് അയാൾ പോയിരിക്കുന്നത്. ദൈവത്തോടൊന്നും പറയാനല്ല, ദൈവത്തിൽ നിന്ന് കേൾക്കാനാണ് ആരാധകൻ പോകുന്നത്. രണ്ടാമത് മറിയത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ആരാധകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, ഈ മറിയത്തിന്, ആരാധകന് ഒരു സമചിത്തതയുണ്ട്. ഇപ്പോൾ ഈശോ ബഥാനിയയിലെ വീട്ടിലേക്ക് ലാസർ മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവത്തിൽ ഈശോ വരുമ്പോൾ മർത്ത ഓടി ചെല്ലുകയാണ്, മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മച്യൂരിറ്റിയാണ്, പക്വതയാണ്. അതായത് ഈ മറിയം ഈ ഇമോഷണലി എക്സൈറ്റഡ് അല്ല. വൈകാരികമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ അവിടെ എന്തെങ്കിലും കണ്ടു, ഇവിടെ എന്തെങ്കിലും കണ്ടു, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ അവരെന്തോ പറയുന്നു ഇവരെന്തോ പറയുന്നു, എന്നാൽ ഇനി പുതിയൊരു ടൈപ്പ് ആത്മീയത ഇപ്പോൾ പരീക്ഷിച്ച് കളയാം, എന്നാൽ ഇത് നീ നോക്കിക്കളയാം, ഈ ഒരു ടൈപ്പ് ഭക്തിയല്ല ആരാധകൻ്റെ. ആരാധകന് ഭയങ്കര ഒരു ഇരുത്തമുണ്ട്. കാരണം ഈശോ വരുന്നെന്ന് കേൾക്കുമ്പോൾ പോലും മറിയ ഓടുന്നില്ല. കാരണം മറിയത്തിനറിയാം, ഈശോ ഇങ്ങോട്ടല്ലേ വരുന്നത്. ഞാനും ഈശോയും തമ്മിൽ ഉള്ള ബന്ധം അത്ര ആഴമായതുകൊണ്ട്, കർത്താവ് ഇവിടെ എന്നെ കാണാനല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലല്ലേ ഇരിക്കേണ്ടത്, ഞാൻ വഴിയിലല്ലല്ലോ പോകേണ്ടത് എന്ന് പറയുന്ന ഒരു ആത്മീയതയിലെ ഇരുത്തമുണ്ട്. ആരാധകന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാം, ആരാധകൻ എപ്പോഴും കർത്താവിന് കൊടുക്കുന്നതിൻ്റെ കണക്ക് വെക്കുന്ന ആളല്ല. ഈ യൂദാസാണ്, ഈ ഭക്തരുടെ കൂട്ടത്തിൽപ്പെട്ട യൂദാസാണ് കണക്ക് പറയുന്നത്. 300 ദനാറ പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നില്ലേ? എന്നാൽ കർത്താവ് പറയുന്നത് അതല്ല. കർത്താവ് പറയുന്നത്, അവളെ എന്തിനാണ് നീ വിഷമിപ്പിക്കുന്നത്? അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമ്പാദ്യം കർത്താവിന് കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുകയാണ്. ആരാധകൻ്റെ ലക്ഷണം എന്താണെന്നറിയാം, കൊടുത്തതിനെക്കുറിച്ച് ഒരു കണക്കുമില്ല, കൊടുത്തതിനെക്കുറിച്ച് ഒരു ഒരു പറഞ്ഞു നടക്കുന്ന ഒരു ശീലമില്ല. മറിച്ച് മറിയം ചെയ്യുന്നത്, ദൈവമേ കൊടുത്തത് തികഞ്ഞില്ലല്ലോ. ഇതാണ് ആരാധകൻ്റെ ലക്ഷണം. ഞാൻ കൊടുത്തത് തികഞ്ഞില്ലല്ലോ, എനിക്ക് ഇനിയും കൊടുക്കാനൊന്നുമില്ലല്ലോ, ഇനിയും സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. ഇതാണ് ആരാധകൻ്റെ ലക്ഷണം. നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഈ ഒരു മനോഭാവം ഒരു ദൈവഭക്തനുണ്ടാകണമെങ്കിൽ അത് നമുക്ക് ഇഞ്ചക്ട് ചെയ്തുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എത്രയോ ദൈവ ശുശ്രൂഷകരെ കാണുന്ന, നമ്മളൊക്കെ ദൈവ ശുശ്രൂഷകരല്ലേ. കർത്താവിന് എത്ര ചെയ്താലും മതിയാവാത്ത കർത്താവിനോടൊരു സ്നേഹം, കർത്താവിൻ്റെ പാദത്തിലിരിക്കാനുള്ളൊരു മനസ്സ്, അതുപോലെ തന്നെ ആത്മീയമായ ഒരു പക്വത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ആരാധകൻ ആവുമ്പോൾ മാത്രമാണ്. നമുക്കൊരാളെ വഴക്ക് പറഞ്ഞിട്ട് ഇതുണ്ടാക്കാൻ പറ്റുമോ? നമുക്കൊരാളെ ശാസിച്ചിട്ട് ഇതുണ്ടാക്കാൻ പറ്റുമോ? നമുക്കൊരാളെ വഴക്ക് പറഞ്ഞിട്ട് പള്ളിയിൽ ഇരുത്താൻ പറ്റും, പക്ഷേ ദൈവത്തെ കേൾപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരാളെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുത്താൻ പറ്റും, പക്ഷേ അയാളെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്കൊരാളെ വഴക്ക് പറഞ്ഞിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ പറ്റും, പക്ഷേ അയാളുടെ ഉള്ളിൽ അപ്പോഴും ചെയ്യുന്നതിനെക്കുറിച്ച് പരാതിയും കണക്കും ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നിന്ന് തിരിച്ചറിയേണ്ടത്, ഈ വർഷിപ്പർ ആവുമ്പോഴാണ്
വർഷിപ്പർ ആകണമെങ്കിൽ ദൈവത്തെ കണ്ടാലേ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസിന് നമ്മൾ ഈ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കർത്താവിനെ കാണണം. ആ പാട്ടില്ലേ, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരാഗ്രഹം ഉണ്ടാവണം, കർത്താവെ എനിക്ക് നിന്നെ കാണണം. ഈ കൊച്ചുങ്ങളായിരുന്ന സമയത്തൊക്കെ നമ്മൾ പാടുന്ന പാട്ടായിരുന്നു. ഇപ്പോൾ പാടുമെന്ന് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ പാടും, യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണേണം. ഇങ്ങനെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയുള്ള പാട്ടുകളില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ പാടാറില്ലല്ലോ. നമ്മൾ പാടുന്ന മുഴുവൻ നമുക്ക് എനിക്ക് കാനഡയിലെത്തണം, അല്ലെ എനിക്ക് വിസ വേഗം വരണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നമുക്ക് അത്യാഗ്രഹത്തിൻ്റെ പാട്ടുകളൊക്കെയാണ്. നമ്മുടെ പാട്ടുകൾ അധികം ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ജീവിതം മാറ്റും, അല്ലെ നമ്മുടെ മാനം മാറ്റും, നമ്മളെ തലയുയർത്തി നിർത്തും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വാലിറ്റിയും പാട്ടുകളുമാണ് പൊതുവെ ഇന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് ഈ 1-ാമത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ കർത്താവ് എനിക്ക് നിന്നെ കാണണം. അതായത് ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈ ഫൈബർ കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ സിമെൻറ്റ് കൊണ്ടോ ഉണ്ടാക്കിയ ഉണ്ണീശോ അല്ല എനിക്ക് കാണേണ്ടത്, എനിക്ക് നിന്നെ ജീവനോടെ കാണണം. ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന്, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ പുൽക്കൂടുകളിൽ നിൻ്റെ ആ രൂപം, ഉണ്ണീശോയുടെ രൂപം കാണുമ്പോൾ കർത്താവേ എനിക്ക് തൃപ്തിയില്ല. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ മനോഹരമായ ഒരു എപ്പിസോഡുണ്ട്. അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്താണ്. അദ്ദേഹം പള്ളിയിലിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ക്രിസ്മസിന് വികാരിച്ചനാണോ അന്ന് വന്ന ആ അച്ഛൻ മണിക്കൂറുകളെടുത്ത് ഇങ്ങനെ പറയുകയാണ്, ക്രിസ്മസിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു ഫ്രാൻസിസ് മടുത്തിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പറയാം, ആശാ കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാവോ, പുൽക്കൂട്ടിലെ ഉണ്ണീശോ പറയുന്നത് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അച്ഛനൊന്നും മിണ്ടായിരിക്കാമോ ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ സംസാരം കുറച്ചൊക്കെ ഒന്ന് നിർത്തിയിട്ട്, അല്ലെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇത് ആഗ്രഹിക്കാം, കർത്താവ് എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കേൾക്കണം, എനിക്ക് നിന്നെ അനുഭവിക്കണം. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈ ഒരു ദിവസത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 9-ാം അധ്യായം ഞാൻ ഒരു വാക്യം വായിച്ചതേ ഉള്ളൂ, വിശദീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് നമുക്ക് നാളെ വിശദീകരിക്കാം. ഇന്ന് വേറൊരു വഴിക്കാണ് ആത്മാവ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ യെശയ്യാ ദൈവത്തെ കണ്ടതുപോലെ നമ്മൾ ദൈവത്തെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് വെളിപ്പെടുത്തലുകൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 1-ാമത്തെ ദിവസം ആഗ്രഹിക്കാം, യേശുവേ എനിക്ക് നിന്നെ കാണണം. എനിക്ക് ഈ 25 ദിവസങ്ങൾ ഞാൻ ഈ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എനിക്ക് ക്രിസ്മസിൻ്റെ അന്ന് വലിയ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ആത്മീയ വളർച്ചയിൽ എനിക്ക് നിന്നെ അനുഭവിക്കാൻ പറ്റണം. എനിക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും നീയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ടാസ്ക് നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഇന്ന് ഒരു 10 മിനിറ്റ് എപ്പോഴെങ്കിലും, ഇപ്പോൾ ഈ ടോക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് രാവിലെയാണ്, ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് മിനിമം, അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ശാന്തമായിട്ട് മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റ് എല്ലാ വ്യഗ്രതകളിൽ നിന്ന് മാറി പറ്റുമെങ്കിൽ കതകടച്ച് മുറിക്കകത്ത് നമുക്ക് കർത്താവിൻ്റെ അടുത്ത്, കർത്താവെ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് ശാന്തമായിട്ടിരുന്ന് കർത്താവിനെ കേൾക്കാനായിട്ടൊന്ന് പരിശ്രമിക്കുക. ചിലപ്പോൾ ഒത്തിരി തടസ്സങ്ങളും ഡിസ്റ്റർബൻസസും ഒക്കെ നമുക്ക് തോന്നാം, എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നാം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി ഈ ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുക. ഇതാണ് ഇന്നത്തെ എക്സസൈസ്, ഇന്നത്തെ ടാസ്ക്. ഇത് ഓരോ ദിവസത്തെയും നിങ്ങൾ വചനഭാഗങ്ങളും അതുപോലെ തന്നെ ഈ ടാസ്കും ഒരു ബുക്കിനകത്ത് എഴുതി വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വായിച്ചത് 9 ആണെങ്കിലും ഞാൻ പറഞ്ഞത് 6-ാം അധ്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് പറഞ്ഞത്. യെശയ്യാ 6-ൽ യെശയ്യാ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ദൈവം ആരാണെന്ന് മനസ്സിലായി. ദൈവം ആരാണ്? ദൈവം പരിശുദ്ധൻ. താൻ ആരാണെന്ന് മനസ്സിലായി. താൻ ആരാണ്? താൻ മഹാപാപി, പാപികളുടെ മധ്യേ വസിക്കുന്നവൻ. തൻ്റെ പാപാവസ്ഥ അയാൾ തിരിച്ചറിഞ്ഞു. 3, തൻ്റെ വിളി തിരിച്ചറിഞ്ഞു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? കർത്താവ് എന്നെ അയച്ചാലും ഞാൻ പോവാം. തൻ്റെ നിയോഗം അയാൾ തിരിച്ചറിഞ്ഞു. നമുക്ക്
ആഗ്രഹിക്കാം, നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാവും. 2, നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. 3, നമ്മുടെ വിളിയും നിയോഗം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ 10 മിനിറ്റ് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഈ ഒരു ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ എഴുതേണ്ടത് യെശയ്യാ 6 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം പകർത്തി എഴുതുകയല്ല, ബൈബിൾ ഭാഗം ദിവസം 1 വചനവായനയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് യെശയ്യാ 6-ന്റെ ആദ്യ ഭാഗങ്ങൾ, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക, അത്രയും ഭാഗം ഒന്ന് ആ വാക്യങ്ങൾ വരെ ഒന്ന് ആ റെഫറൻസ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ എഴുതേണ്ടത് ടാസ്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇന്നത്തെ ടാസ്ക് മിനിമം 10 മിനിറ്റ്, മാക്സിമം 1 മണിക്കൂർ എങ്കിലും കർത്താവിൻ്റെ അടുത്ത് കർത്താവിനെ കാണാനും കേൾക്കാനുമുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുക. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. നല്ല കർത്താവെ, ഈ എപ്പിസോഡ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 25 ദിവസങ്ങൾ കൊണ്ട് കർത്താവെ, ഞങ്ങൾ ആത്മീയമായി ഒരുപാട് വളരാനും ഞങ്ങളുടെ ജീവിതത്തിലെ കുറേ അധികം തിന്മകൾ മാറിപ്പോവാനും ഇടയാവട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്ന ചില പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന പാപമേഖലകളുണ്ടെങ്കിൽ കർത്താവെ, ഈ 25 ദിവസം ഞങ്ങൾക്ക് ദൈവമേ ആ തിന്മയിൽ നിന്ന് പരിപൂർണമായ മോചനം പ്രാപിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവമായ കർത്താവെ, വർഷങ്ങളായിട്ട് ഞങ്ങൾ പൊരുതി ശ്രമിച്ച് എന്നിട്ടും പരാജയപ്പെട്ട് കിടക്കുന്ന പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് ഈ 25 ദിവസങ്ങൾ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ ഒരു നോമ്പനുഷ്ഠാനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഈ ചിന്തകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് ഒരു ഉയർന്ന നിലവാരത്തിൽ വളരാൻ ഇടയാവട്ടെ. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒത്തിരി ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. അതെല്ലാം നല്ല ദൈവമേ നീ ഏറ്റെടുക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിലെ കണ്ണുനീരിനെ കർത്താവ് ഏറ്റെടുത്ത് പരിഹരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ 2ാമത്തെ ദിവസം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. അതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.